നമ്മുടെ ഇന്ത്യൻ സിനിമയിൽ ഉണ്ടാക്കിയിട്ടുള്ള ഒരു ഹോളിവുഡ് മൂവി എന്ന് പറയാം. അതിനകത്ത് നമ്മുടെ മലയാളത്തിൽ നിന്നുള്ള ഒരുപാട് പേര് ഇതിനകത്ത് നല്ല രീതിയിൽ അന്നാബെന്നൊക്കെ നല്ല രീതിയിൽ പെർഫോം ചെയ്തിട്ടുണ്ട്. നമ്മുടെ ദുൽഖറിനെ കാണിക്കുന്നുണ്ട്. പിന്നെ ഒരുപാട് സ്റ്റാർ വാല്യുകൾ നടയുമ്പോൾ അമിതാഭ് കമലാസിനെ പോലുള്ള ആൾക്കാരൊക്കെ വന്ന് കൂട്ട് വിളയാടിയ ഒരു പടം അങ്ങനെ പറയാം. അതായത് ഞാനിത് ഒരു പ്രാവശ്യം കണ്ടെങ്കിൽ ഇനി ഇത് 3D കൂടി കാണും. എനിക്ക് വളരെ എൻജോയ് ചെയ്യാം. നമുക്കും ഇന്ത്യൻ സിനിമയിൽ ഹോളിവുഡിനോടൊപ്പം ഒരു മഹാഭാരതത്തിൽ ബേസ് ചെയ്തിട്ടുള്ള ഒരു ചിത്രം ഇതിനകത്ത് ശ്രമിച്ചതിൻ്റെ സംവിധായകനും കഥാകൃത്തും ആർട്ട് വർക്കുകളെല്ലാം സൂപ്പറായിട്ട് ബാഹുബലിയെക്കാലൊക്കെ ഒരുപാട് ഉയരങ്ങളിലേക്ക് എത്തിയ ഒരു പടമാണ്. കുടുംബസമേതം തിയേറ്ററിൽ വന്ന് കാണാൻ പറ്റുന്ന നല്ല പടമാണ്. കൽക്കയിലെ സൂപ്പർ ഹിറ്റ് സിനിമ, ഇന്ത്യൻ സിനിമ. ഇന്നിറങ്ങിയ കൽക്കി എന്ന പടം ഇന്ത്യൻ സിനിമക്ക് അഭിമാനിക്കാൻ പറ്റിയ ഒരു ചിത്രം. കൂടെ നമ്മുടെ മലയാളികൾക്ക് അഭിമാനിക്കാം. കാരണം മലയാളത്തിലെ താരങ്ങളും പ്രത്യേകിച്ച് പറയേണ്ടത് ദുൽഖർ സൽമാൻ. അദ്ദേഹം കുറച്ച് സീനാണെങ്കിലും നന്നായിട്ട് പെർഫോമൻസ് ചെയ്തു. പിന്നെ പറയേണ്ടത് നമ്മുടെ അന്നാബൻ ഒരു ആക്ഷൻ രംഗങ്ങൾ എങ്ങനെ ചിത്രീകരിക്കാമെന്നുള്ള ഇതിൽ അന്നാബനും ഇതിൽ വിനിയോഗിക്കപ്പെട്ടു. കാരണം അത്രയ്ക്ക് ഉപയോഗപ്രദമായിട്ട് നമ്മുടെ ഈ ആകാശ് എന്ന് പറഞ്ഞ ഡയറക്ടർ എല്ലാവരെയും നല്ല പെർഫെക്റ്റ് ആയിട്ട് ഉപയോഗിച്ചിട്ടുണ്ട്. പിന്നെ പറയേണ്ട ഗ്രേറ്റ് ഇന്ത്യൻ ആക്ടർ അമിതാഭ് ബിഗ് ബി. കൂടാതെ നമ്മുടെ മലയാളികൾക്കും എല്ലാവർക്കും അഭിമാനിക്കും ഒരു കമൽ ഹാസൻ എന്ന് പറഞ്ഞ നാടൻ. എല്ലാവരും പെർഫെക്റ്റ് ആയിട്ട് ഓരോരുത്തരുടെ പേര് നമ്മൾ പറഞ്ഞു. പിന്നെ ദീപിക മാം നന്നായിട്ട് ഒരു മലയാളത്തിലുള്ള ഒരു കഥാപാത്രം പോലെ കിട്ടിയെന്ന് പറയാം. കാരണം ഒരു അമ്മ എന്നുള്ളൊരു കഥാപാത്രം പോലെയാണ് അദ്ദേഹത്തിന്. എല്ലാവരും അത് തിയേറ്ററിൽ നിന്ന് കാണുക. ഈ സിനിമയെ കുറിച്ചുള്ള യാതൊരു കാര്യങ്ങളും ഇതാക്കുന്നത് പുറത്ത് പറയുന്നില്ല. കാരണം എല്ലാവരും അത് കണ്ടാലേ അതിൻ്റെ എഫക്റ്റ് ഇതാവുള്ളൂ. എന്തായാലും നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. ഓരോ ആക്ടറിൻ്റെയും പേരിപ്പോൾ എടുത്ത് പറയുന്നത് ഒരുപാട് പേരുണ്ട്. എന്തായാലും ഇന്ത്യൻ സിനിമക്കും നമ്മുടെ മലയാളികൾക്ക് അഭിമാനിക്കുമ്പോഴേ ഒരു സിനിമയാണ് ഈ കൽക്കി. എല്ലാവരും വന്ന് കാണുക. നല്ലൊരു എഫക്റ്റീവ് സിനിമയാണ്. നമ്മളൊരു ഇംഗ്ലീഷ് സിനിമയെ വെല്ലുന്ന സിനിമയെന്ന് വേണമെങ്കിൽ പറയാം. എല്ലാവരും വന്ന് തിയേറ്ററിൽ നിന്ന് കാണുക. നല്ല സൂപ്പർ ഹിറ്റ് സിനിമ. ഇന്റർവ്യൂ കഴിഞ്ഞ ഇന്ത്യൻ സിനിമയുടെ ഇതുപോലെ എന്ന് വെച്ചാൽ ഹോളിവുഡ് സിനിമകളെ വെല്ലുന്ന മേക്കിങ് തകർത്തോട്ടെ. അടുത്ത പാട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്യുവാണ്. തകർപ്പൻ ഒന്നും പറയാൻ ഞാൻ ആദ്യം ഒരു ഫസ്റ്റ് സീനിൽ മഹാഭാരത യുദ്ധം കാണിക്കുന്നത് അവിടെ തൊട്ട് തുടങ്ങിയതാണ്. അത് കഴിഞ്ഞൊരു ഇന്റർവെല് കഴിഞ്ഞ് പടം വേറെ ലെവലാവുക. അമിതാഭ് ബച്ചൻ മുതൽ ദുൽഖർ വരെ, അതെന്ന് വെച്ചാൽ സീനിയർ മുതൽ നമ്മുടെ സൂപ്പർ സ്റ്റാർ വരെ കയറി തകർത്ത് വാരി. ഒന്നും പറയാനുണ്ടോ. അടിപൊളി പടം തന്നെ. സൂപ്പർ മേക്കിങ്. ഹോളിവുഡ് പടങ്ങളിൽ വലിയ മേക്കിങ് ഒരാൾ പ്രതീക്ഷിച്ചില്ല. ഞാനേ ഒരു ട്രെയിലറിൽ നിന്ന് കണ്ടപ്പോൾ ഇത്രയൊന്നും ഓർത്തില്ല പടം. പക്ഷെ വേറെ ലെവലായി. സൂപ്പർ. ഏറ്റവും ഇഷ്ടപ്പെട്ട അതിന്